+2 പൂർത്തീകരിക്കാനുള്ള അവസരം എജു താലിമിൽ നൽകുന്നു. UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഡിഗ്രി PG നിങ്ങൾക്ക് സ്വന്തമാക്കാം. മോണ്ടിസോറി TTC, PPTTC, ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അക്കൗണ്ടിംഗ് കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള അവസരം എജു താലിം ഇന്റർനാഷണൽ ഒരുക്കുന്നു. ഇന്ന് തന്നെ എജു താലിമിൽ ജോയിൻ ചെയ്യൂ. For more information, you can visit us at Meke Mandil Tower near New Bus Stand, Pandikad Road, Manjeri. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ 9946907624. ഗുഡ് മോർണിംഗ് എവ്രിവൺ. എത്തിയോ എല്ലാരും? എല്ലാരും എത്തിയോ? ഗുഡ് മോർണിംഗ്. എവിടെ കാണാൻ പറ്റുന്നില്ല? എല്ലാരും ഗുഡ് മോർണിംഗ്. ജോയിൻ ചെയ്തവരെല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. അതെ, ഇന്നലത്തെ ബാക്കിയായിരിക്കും. ഇന്നലെ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് ആയിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗുഡ് മോർണിംഗ്. മടി പിടിക്കാൻ പാടില്ലല്ലോ, എക്സാം ആവാനായിട്ടില്ലേ, പഠിക്കേണ്ട നമ്മള്. നമുക്ക് 35 വരെ വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും വരാനുണ്ടെങ്കിൽ അവരോട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഫുൾ പഠിച്ചോ? ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ കുറെ പേര് ഇന്നലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ള പോർഷൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ടോപ്പിക്സ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി വഴി നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സിൽ ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കോണ്ടാക്ട് ചെയ്യുക. ഇത്രയും പേരേ ഉള്ളോ? ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടും മിണ്ടാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യേണ്ടതാണ്. അപ്പോഴേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ പോയി? ഇന്നലത്തെ ക്ലാസ്സോടെ മതിയായോ എല്ലാവർക്കും? നമുക്ക് 35 വരെ വെയിറ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആരെങ്കിലും ഇന്നലത്തെ ക്ലാസ്സിന്റെ ലൈവോ ഇന്നലത്തെ ക്ലാസ്സിന്റെ ലിങ്കോ ഇനി ഇന്നത്തെ ക്ലാസ്സിന്റെ ലിങ്ക് ആണെങ്കിലും ഷെയർ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനാണോ റിലേറ്റീവ്സിനാണോ ആർക്കാണോ ഇത് ഉപകാരപ്പെടുക നിങ്ങൾക്ക് തോന്നുന്നത് അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഷെയർ ചെയ്യണം. ചെയ്യില്ലേ? ഓക്കെ, ഇപ്പൊ 35 ആയിട്ടുണ്ട്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ പഠിച്ചില്ലേ ഇന്നലത്തത് എല്ലാവരും? എല്ലാ ടോപ്പിക്സും നിങ്ങൾ റിവൈസ് ചെയ്ത് നോക്കിയില്ലേ? ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? അതിന്റെ ബാക്കി ടോപ്പിക്സ് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഞാൻ വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനത് നോക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ടോപ്പിക്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ?
The rise of a liquid in a capillary tube is due to option A viscosity, option B osmosis, option C diffusion, option D surface tension. ഇതിന്റെ ആൻസർ എന്താ? വേഗം പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും ഇത് എന്ത് ചെയ്യും? ആൻസർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാ. പറയൂ. ഇന്നലെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചവർക്ക് എന്തായാലും ഇത് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഏതാണ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് വരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ കേൾക്കാവോ? ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഇനി വേറെ ആർക്കെങ്കിലും കേൾക്കാൻ പറ്റാത്തതുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്രോബ്ലം ഉണ്ടോ? ഓഡിയോക്ക് ഈ പ്രോബ്ലം ഉണ്ടോ? എനിക്ക് അറിയാനാണ്. ഒരാളുടെ മാത്രം ഇതിൽ വരുന്നതാണോ, അത് നമ്മുടെ ഇവിടെ നിന്നുള്ള ടെക്നിക്കൽ എറർ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Out of X-ray, visible spectrum, ultraviolet and radio waves, the largest frequency is of. അതായത് താഴെ തന്നിട്ടുള്ള ആ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ വേവ്സിൽ ഏതിനാണ് ഫ്രീക്വൻസി ലാർജസ്റ്റ് ആയിട്ടുള്ളത്? എക്സ്റേക്കാണോ, വിസിബിൾ സ്പെക്ട്രത്തിനാണോ, അൾട്രാവയലറ്റിനാണോ? ഇപ്പോഴും സൗണ്ട് കുറവാണോ? ഓക്കെ, അപ്പൊ എക്സ്റേക്കാണോ, വിസിബിൾ സ്പെക്ട്രത്തിനാണോ, അൾട്രാവയലറ്റിനാണോ, റേഡിയോ വേവ്സിനാണോ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ളത് എന്നാണ് ചോദിച്ചത്. ഇത് വരുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു പോർഷൻ നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ അതില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വേവ്സിനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതിനായിരിക്കും ലാർജസ്റ്റ് ഫ്രീക്വൻസി ഉണ്ടാവുക? പറഞ്ഞേ ഒന്ന്. എക്സ്റേക്കാണോ, വിസിബിൾ സ്പെക്ട്രത്തിനാണോ, അൾട്രാവയലറ്റിനാണോ, റേഡിയോ വേവിനാണോ? ഓപ്ഷൻ ഡി പറയുന്നുണ്ട്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് നോക്കാം ഏതിനാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് എന്ത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഈ ഒരു പിക്ചറിൽ എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത്? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള എല്ലാ വേവ്സിനെയും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്കാണ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് ഏത് റേ ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ റേഡിയോ വേവ് തന്നിട്ടുണ്ടല്ലേ ഓപ്ഷൻ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് എക്സ്റേ തന്നിട്ടുണ്ട്. എക്സ്റേ എവിടേക്കാ വരുന്നത് നോക്കാം ആദ്യം. എക്സ്റേ എവിടേക്കാ വരുന്നത്? എക്സ്റേ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണല്ലേ വരുന്നത്. അപ്പൊ എന്താണ്? ഇതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുന്നത്? വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കുമല്ലോ. ഒരു വേവിന്റെ ഫ്രീക്വൻസി കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും? അതിന്റെ വേവ് ലെങ്ത് കുറവായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു സ്പെക്ട്രത്തിൽ എന്താ ചെയ്തിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്?
എക്സ്റേ വന്നിട്ടുള്ളത് അല്ലേ? അപ്പൊ എക്സ്റേക്ക് ആയിരിക്കും എന്ത് ഇൻക്രീസ് ലാർജസ്റ്റ് ഫ്രീക്വൻസി വരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ത് വിസിബിൾ ലൈറ്റ് വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് റേഡിയോ വേവ് വരുന്നത് അല്ലേ? അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? എക്സ്റേക്കാണ്. റേഡിയോ വേവിന് എന്താ കൂടുതൽ? റേഡിയോ വേവിന് വേവ് ലെങ്ത് ആണ് കൂടുതൽ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി എന്താണ്? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ഏതാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? റേഡിയോ പറയണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി ഇതെന്താണ്? ഇതൊരു പ്രോബ്ലം ആണ് കേട്ടോ. നമുക്കൊരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണുള്ളത്. ഇതെന്താ നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. ഹായ് ഷെൽജ. The half-life period of a first-order reaction is 20 minutes. The amount of reactant left after 1 hour will be. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ നടക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കെമിക്കൽ റിയാക്ഷൻസിനെ എല്ലാം ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ ഇങ്ങനെ തരംതിരിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ് നടക്കുന്നത്. എത്രയാണ്? 20 minutes. The amount of the reactant left after 1 hour will be എന്നാണ് ചോദിക്കുന്നത്. അതായത് 1 hourന് ശേഷം എത്ര എമൗണ്ട് ഉണ്ടാവും റിയാക്റ്റന്റ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ കാണാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്കുള്ള ഒരു ഇക്വേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡറിന്റെ ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതി നോക്കാം. നമുക്കറിയാം ln ഇതാണ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നാച്ചുറൽ ലോഗരിതം എടുക്കുകയാണ് നമ്മൾ കേട്ടോ. അപ്പൊ ഇതെന്താണ്? ഇത് കോൺസെൻട്രേഷൻ ഓഫ് എ ആണ്. കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുമ്പോൾ എന്താണ്? റിയാക്റ്റന്റിന്റെ ടി എന്ന് പറയുന്ന സമയത്തുള്ള എമൗണ്ട് എത്രയാണോ ടി എന്ന സമയത്ത് നമുക്ക് റിയാക്റ്റന്റ് ഉള്ളത് അതിന്റെ ആ ഒരു അളവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? കോൺസെൻട്രേഷൻ അറ്റ് ടൈം ടി. ഓക്കെ, ഇനി എന്താണ് A0? A0 എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അറ്റ് ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 എന്ന് എടുക്കാൻ പറ്റില്ല. നമുക്ക് എന്തെടുക്കാം? ഇനീഷ്യൽ ആയിട്ട് എടുക്കാം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയാം. ടൈമിനെ നമ്മൾ 0 എന്ന് എടുക്കണ്ട, നമുക്ക് എന്ത് വിളിക്കാം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്നെടുക്കാം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യാം? നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി അതിലുള്ളത് എന്താണ്? കെ ആണല്ലേ. കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. ln A0 ln മാഗ്നിറ്റ്യൂഡ് ഓഫ് കോൺസെൻട്രേഷൻ A ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ A0. അതായത് അത് ഈക്വൽ ടു -KT. ഇതാണ് എന്ത്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അതിൽ K എന്താണ്? K എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ചെയ്തു തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം ടി ഹാഫ് തന്നിട്ടുണ്ട്. ടി ഹാഫ് 20 minutes ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഒരു റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 20 minutes ആണെന്ന് നമുക്ക് തന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടി ഹാഫിന് എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്. ടി ഹാഫിന്റെ ഇക്വേഷൻ എന്താണ്? ടി ഹാഫ് ഈക്വൽ ടു ln നാച്ചുറൽ ലോഗരിതം 2ന്റെ ബേസിൽ എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ കെ ആയിരിക്കും. കെ എന്താണ്? റേറ്റ് കോൺസ്റ്റന്റ് ആണല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ടി ഹാഫ് ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി കാണേണ്ടത് കെ ആണ്. അപ്പൊ കെനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കെനെ എനിക്ക് മാറ്റിയിട്ട് ln 2 ഡിവൈഡഡ് ബൈ ടി ഹാഫ് എന്ന് എനിക്ക് എഴുതാം. എഴുതിക്കൂടെ? ഇങ്ങനെ എനിക്ക് എഴുതാൻ പറ്റും അല്ലെ? ഇനി എന്താണ് ടി ഹാഫ്? ടി ഹാഫ് എന്ന് പറയുന്നത് 20 minutes അല്ലേ? അപ്പൊ ln 2 ഡിവൈഡഡ് ബൈ 20 എന്ന് എനിക്ക് എഴുതാൻ പറ്റും അല്ലെ? ഇനി നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ഒന്ന് മോഡിഫൈ ചെയ്യാണ്. എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് എന്ത് ചെയ്യണം? അതിലെ നാച്ചുറൽ ലോഗരിതം അങ്ങോട്ട് മാറ്റണം. ഈ ln എനിക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്?
ഈ സൈഡിലേക്ക് ഞാൻ ഈ ln ലോഗ് മാറ്റിയിട്ട് ഞാൻ അതിനെ എക്സ്പോണൻഷ്യൽ ആക്കണം അല്ലേ? അതിനെ ഞാൻ എന്ത് ചെയ്യണം? ഇന്റെ പവറിലേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പൊ എനിക്കിത് എന്ത് എഴുതണം? e⁻ എന്ന് ഞാൻ എഴുതണം വേണ്ടേ? നമുക്ക് എന്ത് ചെയ്യാം? ആ ഇക്വേഷൻ ഒന്ന് മാറ്റിയിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും വരിക? കോൺസെൻട്രേഷൻ A = എന്താണ് വരിക? A0 എന്ത് ചെയ്യാം? നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അല്ലേ? ഈ ഒരു ഇക്വേഷനിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് A, ഇത് A0 ആണ്. ഞാൻ നാച്ചുറൽ ലോഗരിതം മാറ്റുന്ന സമയത്ത് ഇവിടെ e⁻ എന്ന് എഴുതാം അല്ലേ? പിന്നെ A/A0 അല്ലേ ഉള്ളത്, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? A0 തിരിച്ച് അങ്ങോട്ട് എന്ത് ചെയ്താം? മൾട്ടിപ്ലൈ ചെയ്തുകൂടെ? അത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എഴുതാൻ പോവാണ്. അപ്പൊ ഇതാണിപ്പോ നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? 1 hour കഴിഞ്ഞിട്ടല്ലേ, 1 മണിക്കൂറിന് ശേഷം എത്ര റിയാക്റ്റന്റ് ലെഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ടി എന്ത് ചെയ്യണം? ടി എന്ത് എഴുതണം? 60 minutes എടുക്കണം. 60 minutes ആണ് എന്ത് എടുക്കേണ്ടത്? ടി എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി നമ്മൾ കെന്റെ വാല്യൂ ഓൾറെഡി ഇതിൽ നോക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എന്തായിരുന്നു? ln2 / 20 ആണ് എന്ത് കെയുടെ വാല്യൂ എന്ന് പറയുന്നത്. അതും കൂടെ എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അത് ഞാൻ ഈ ഒരു സ്റ്റെപ്പ് തന്നെ അപ്ലൈ ചെയ്യണേ. കെന്റെ വാല്യൂ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചതുണ്ടല്ലേ, അതുകൂടെ ഞാൻ എന്ത് ചെയ്യാണ്? ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇത് ടോട്ടൽ മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ln / 20 വരും അല്ലേ? അത് നമുക്ക് എവിടുന്നാ കിട്ടിയേ? നമുക്കത് മുന്നത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തു അല്ലേ? ഇനി എനിക്കിതിന് എന്ത് എഴുതാം? ഇങ്ങനെ എഴുതിക്കൂടെ? സോറി, 60/20 എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? 3 എന്ന് എഴുതാൻ പറ്റും അല്ലേ? അവിടെ 3ln എന്ന് എഴുതാം. ഇത് ln-ന്റെ 2 ഇടാൻ മറക്കരുത്, ഞാനിപ്പോ മറന്നു. അതായത് ബേസ് 2-ലാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ 3ln2 എന്ന് എഴുതാം അല്ലേ? അതെന്ത് ചെയ്യാൻ പറ്റും? ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പൊ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഇതൊന്ന് മാറ്റി എഴുതാണ്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് നോക്കാം. ഇന്റെ പവറിൽ ലോഗ് വന്നാൽ എന്താണ്? അത് നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് അതിനൊക്കെ 2⁻³ എന്ന് മാത്രം എന്ത് എഴുതാൻ പറ്റും ഇല്ലേ? കാരണം എന്താ വന്നിരിക്കുന്നത്? എക്സ്പോണൻഷ്യന്റെ പവറിലാണ് എന്ത് വന്നിട്ടുള്ളത്? ലോഗ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ ഓഫ് എ എത്രയാണ് വരുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് A0 2⁻³ എന്ന് എനിക്ക് എന്ത് എഴുതാൻ പറ്റും? എഴുതാൻ പറ്റും. അതായത് നാച്ചുറൽ ലോഗരിതത്തിലുള്ള ബേസിന് ആ ഒരു പോർഷൻ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? നാച്ചുറൽ ലോഗ് എന്തിലായിരുന്നു വന്നത്? ബേസ് 2-ലാണ് വന്നത്. അപ്പൊ അതിനെ ഞാൻ എന്ത് ചെയ്യാണ്? അതിനെ എക്സ്പോണൻഷ്യലിന്റെ പവറിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗും എക്സ്പോണൻഷ്യലും കൂടെ ഇൻവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാം? നമുക്കത് ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ്? 2-ന്റെ പവറിൽ മാത്രം ആ -3 വരുള്ളൂ അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? A0 × 1/8 എന്ന് എഴുതിക്കൂടെ എനിക്ക്? 2⁻³ എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് എന്ത് എഴുതാം? 1/2⁵ 1/8 എന്ന് എഴുതാൻ പറ്റും ഇല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുക, ഇപ്പൊ എന്താണ് കിട്ടിയിരിക്കുന്നത്? എ എന്ന് പറയുന്നത് A0 × 1/8 ആണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? 60 minutes, അതായത് 1 hourൽ ശേഷം ഉള്ള കോൺസെൻട്രേഷൻ ആണല്ലേ? അതെന്ന് പറയുന്നത് എന്താണ്? A0 എന്തായിരുന്നു? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ 1/8 പോർഷൻ ആണ് അല്ലേ? അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ എത്ര എമൗണ്ട് ആയിരിക്കും അത് ഉണ്ടാവുക? ഇത്ര പോർഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം 1/8 ഓഫ് ദ ഒറിജിനൽ എമൗണ്ട് ആണെന്ന് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. മനസ്സിലായില്ലേ? ഇപ്പൊ 1/8 ആണ് വരുന്നത്. ഇനീഷ്യൽ കോൺസെൻട്രേഷനേക്കാളും 1/8 പോർഷൻ ആണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് നമ്മൾ 60 minutes കഴിയുമ്പോൾ നോക്കുമ്പോൾ ലെഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക റിയാക്ടന്റ്. ഓക്കെ, ഇതെന്താണ്? 1/8 ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് നമുക്ക് പ്രോബ്ലം എടുക്കണ്ട, നമുക്ക് തിയറി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം.
ഓക്കെ, അപ്പം റൈസിങ് ദ ടെമ്പറേച്ചർ സർഫസ് ടെൻഷൻ ഓഫ് ലിക്വിഡ് ഡിക്രീസസ് വൈ ആൻഡ് ഗിവ് 2 ഫാക്ടേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്താണ് സർഫസ് ടെൻഷൻ എന്ന്? എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്തായിരുന്നു സർഫസ് ടെൻഷൻ എന്ന്? ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. ആർക്കൊക്കെ ഓർമ്മയുണ്ട്? നിങ്ങൾ പഠിച്ചു അല്ലെങ്കിൽ സർഫസ് ടെൻഷൻ എന്താണ്? നമ്മൾ പഠിച്ചു അല്ലേ സർഫസ് ടെൻഷൻ എന്താണ്? അപ്പം ഈ സർഫസ് ടെൻഷൻ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഓർമ്മയുണ്ട്, ഗുഡ്. അപ്പൊ നമ്മുടെ ലിക്വിഡ്സിലൊക്കെ എന്ത് ചെയ്യും, ഒരു കൊഹസീവ് അട്രാക്റ്റീവ് ഫോഴ്സ് വരുന്ന കാരണം അവരെന്ത് ചെയ്യും, അവർക്ക് ഒരു ഇൻവാർഡിലേക്ക് ഒരു ഫോഴ്സ് വരും. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നോക്കും. അങ്ങനെ വരുന്ന ഒരു ഫോഴ്സിനെയാണ്, ആ ഒരു ടെൻഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫസ് ടെൻഷൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പൊ ഈ സർഫസ് ടെൻഷൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ സർഫസ് ടെൻഷൻ ലൈക്ക് എക്സ്പീരിയൻസ് നമ്മൾ വാട്ടർ എടുത്തു, അതിനെ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ലിക്വിഡിനെ എടുത്ത് നമ്മൾ ചൂടാക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സർഫസ് ടെൻഷൻ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അപ്പൊ അതിനെന്താ കാരണം, അങ്ങനെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു ലിക്വിഡിന്റെ കുറച്ച് പ്രോപ്പർട്ടി അല്ലെങ്കിൽ കുറച്ച് ഫാക്ടേഴ്സിന് വരുന്ന ചേഞ്ച് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിന് കാരണമാവുന്നത്. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ഡിക്രീസ്ഡ് കൊഹസീവ് ഫോഴ്സ് ആണ്. നമുക്ക് അറിയായിരുന്നു സർഫസ് ടെൻഷന്റെ മെയിൻ റീസൺ എന്താണ്, ഈ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ഏതൊരു ലിക്വിഡ് ആണോ ആ ലിക്വിഡിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു കൊഹസീവ് ഫോഴ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, അവര് അട്രാക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇൻവാർഡിലേക്കായിട്ട് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ കോസീവ് ഫോഴ്സ് എന്ത് ചെയ്യാണ്, കുറയാണ്. അപ്പൊ അതിനെന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, as temperature increases the thermal energy of the molecule also increases. ഓക്കെ, നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ഈ ലിക്വിഡ് അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളിന് എന്ത് കിട്ടുകയാണ്, എനർജി കിട്ടുകയാണ് അല്ലെ. അവരുടെ കൈനറ്റിക് എനർജി എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യാണ്. നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഇരിക്കുന്ന ഒരു വാട്ടറിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താവും, ആ വാട്ടർ മോളിക്യൂൾസിന് എന്ത് കിട്ടും, എനർജി കിട്ടും. അപ്പൊ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, ഇങ്ങനെ അടുത്തടുത്ത് ഇരിക്കോ, ഇല്ല, അവർ ഭയങ്കരമായിട്ട് എന്തായിരിക്കും, ഒരു ഇറഗുലർ ആയിട്ടുള്ള ഒരു റാൻഡം മോഷനിലേക്ക് അവർ പോകും അല്ലേ. പണ്ടത്തെ പോലെ അങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് ഇരിക്കാനൊന്നും അവർക്ക് പറ്റില്ല. അവർക്ക് എന്താണ്, ഇപ്പൊ നല്ല എനർജി ഉണ്ട്. അപ്പൊ റാൻഡം ഒരു മൂവ്മെന്റിലേക്ക് എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസ് പോകും അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് എന്താണ്, അവർ തെർമൽ എനർജി കൂടിയതുകൊണ്ട് എന്താണ്, ഈ കോസീവ് ഫോഴ്സ് എന്ത് ചെയ്യില്ല, വല്ലാതെ അങ്ങോട്ട് ആക്ട് ചെയ്യില്ല. നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന പോലെ കോസീവ് ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്ക് അങ്ങോട്ട് ആക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, this increased thermal energy tends to weaken the cohesive forces between molecules in the liquid, making it easier for them to separate from each other at the surface. Consequently, with a weaker intermolecular attraction, the surface tension decreases. അതോടൊപ്പം എന്താണ്, ഈ പണ്ടത്തെ പോലെ ആ ഇന്റർമോളിക്കുലർ അട്രാക്ഷൻ എന്താണ്, പണ്ട് നല്ല പോലെ നന്നായിട്ട് അട്രാക്ട് ചെയ്യും, നല്ല കോസീവ് ഫോഴ്സിലായിരുന്നു അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി ചൂടാകുന്നതോടു കൂടി എന്താണ്, ആ ഒരു അട്രാക്ഷൻ അങ്ങോട്ട് കുറയാണ്. അങ്ങനെ കുറയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ എന്തില്ല, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു. അപ്പൊ എന്തായി, സർഫസ് ടെൻഷനും കുറഞ്ഞു. അപ്പൊ അതാണ് എന്ത് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു ഫാക്ടർ കൂടെ വേണം അല്ലെ, 2 ഫാക്ടർ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻക്രീസ്ഡ് വൈബ്രേഷണൽ മോഷൻ. വൈബ്രേഷണൽ മോഷന് എന്താണ് ഉണ്ടാവുന്നത് നമ്മൾ ചൂടാക്കുമ്പോൾ നമുക്ക് നോക്കാം. At a higher temperature, molecules within the liquid exhibit greater vibrational motion. എന്താണ്, ഈ ഒരു മോളിക്യൂൾസിന്റെ വൈബ്രേഷണൽ മോഷനും നമുക്കറിയാം. മോളിക്യൂൾസിന്റെ ഇടയിൽ പല ടൈപ്പ് ഓഫ് എന്തുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഷൻസ് ഉണ്ടല്ലേ അവയ്ക്ക്. അപ്പൊ ഇവരുടെ വൈബ്രേഷണൽ മോഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, this increased motion disturbs the regular arrangement of molecules at the surface, reducing the orderliness and compactness of the liquid surface. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അതിൽ നിന്ന് എന്ത് ചെയ്യാണ്, ആ ഒരു അറേഞ്ച്മെന്റിന് എന്ത് ചെയ്യാണ്, ഡിസ്ട്രപ്റ്റ് ചെയ്യാണ്. അത് ആ അറേഞ്ച്മെന്റ് എന്നൊക്കെ മാറിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാണ്, ഇറഗുലർ ആയിട്ട് ഇരിക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യാണ്, അപ്പോഴും എന്താ ചെയ്യുന്നത്, ആ ഒരു കോസീവ് ഫോഴ്സ് എന്ത് ചെയ്യാണ്, കുറയാണ്. ചൂടാക്കുന്ന സമയത്ത് കൈനറ്റിക് മോഷൻ കൂടുന്നു, വൈബ്രേഷണൽ മോഷൻ കൂടുന്നു. ഇതൊക്കെ കാരണം എന്താണ്, ഈ ഒരു സർഫസ് ടെൻഷന് കാരണമായിട്ടുള്ള കോസീവ് ഫോഴ്സിനെ അവരെന്ത് ചെയ്യാണ്, കുറക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സർഫസ് ടെൻഷൻ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം. ഓക്കെ, ഇത്രയും പോർഷൻസ് എല്ലാവർക്കും ക്ലിയർ ആയോ? വേഗം പറയൂ. പറഞ്ഞേ.
എല്ലാരും പറഞ്ഞേ. ആർക്കും മനസ്സിലായില്ലേ? ഓക്കെ, ആയി. രണ്ടുപേർക്കേ മനസ്സിലായിട്ടുള്ളൂ. ക്ലിയർ ആയോന്ന് വേഗം പറയൂ. ക്ലിയർ ആയവരൊക്കെ ചെന്നിട്ട് ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത്, നിങ്ങൾക്ക് മനസ്സിലായി എന്നുണ്ടെങ്കിൽ പോയിട്ട് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആർക്കും ഒരു എനർജി ഇല്ലല്ലോ, എന്തു പറ്റി? എനർജറ്റിക് ആവും എല്ലാരും? ലൈക്ക് ചെയ്തു എല്ലാരും? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഓക്കെ ഡബിൾ എനർജി ആണ്. ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് ആ ഡബിൾ എനർജി കാണുമല്ലോ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ ഓൺ ദ വിസ്കോസിറ്റി ഓഫ് ലിക്വിഡ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ എന്താ വിസ്കോസിറ്റി. ചായ കിട്ടാത്തവരൊക്കെ നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ അടിപൊളിയായിട്ട് ലൈവിൽ കയറാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻസർ എല്ലാം കറക്റ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കുക. ഇനിയിപ്പോ തെറ്റി കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യുക? ആൻസർ പറയാൻ നോക്കുക, ഇന്ററാക്റ്റീവ് ആവും. അപ്പൊ എനിക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് ചെയ്യാം, എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം പറഞ്ഞു തരണം. നിങ്ങൾക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇന്ററാക്റ്റീവ് ആയേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഏത് ലൈവ് ആണെങ്കിലും അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം വിസ്കോസിറ്റി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആദ്യം എന്താണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞു തരാം. വിസ്കോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൂയിഡ്സിന് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഫ്ലൂയിഡ് വിസ്കോസിറ്റി ഈസ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫോർ എക്സാമ്പിൾ, ഓയിൽ ഹാസ് എ ഹൈ വിസ്കോസിറ്റി, although whenever heated becomes much less viscous as well as flows smoothly through an engine as well as other sections of such automobiles. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വാട്ടർ എന്താണ്? വാട്ടർ എന്ത് ചെയ്യും? ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡ് ആണല്ലേ. വാട്ടറിന് എന്താണ്? വലിയ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് നമ്മൾ കുറച്ച് ഓയിൽ എടുക്കുകയാണ്. എന്തെടുക്കണം? നമുക്ക് വെളിച്ചെണ്ണ എടുത്ത് നോക്കാം. വെളിച്ചെണ്ണയ്ക്ക് എന്താണ്? അതിങ്ങനെ ഒഴുകാനുള്ള അതിൻ്റെ ഒരു കഴിവ് എന്താണ്? കൂടുതലാണോ കുറവാണോ? വാട്ടറിനെ അപേക്ഷിച്ചിട്ട് ഓയിലിന് ഒഴുകാനുള്ള ടെൻഡൻസി കൂടുതലാണോ കുറവാണോ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? വാട്ടർ പോലെ ഫ്ലോ ചെയ്യുന്ന ഒരു ലിക്വിഡ് ആണോ ഓയില്? ആണോ? നമ്മൾ എന്ത് ചെയ്തു? കുറച്ച് വാട്ടർ എടുത്തിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഫ്ലോറിൽ ഇങ്ങനെ ഒഴിക്കുകയാണ്. അതേപോലെ എന്ത് ചെയ്യാണ്? കുറച്ച് എണ്ണ എടുത്തിട്ടും ഒഴിക്കുകയാണ്. ഏതായിരിക്കും ഫ്ലോ ചെയ്യാം? അപ്പൊ എന്താണ്? ഓയിലിന് ഫ്ലോ ചെയ്യാൻ എന്താണ്? ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? ഇങ്ങനെ ഓയിൽ എന്ന് പറയുന്നത് എന്താണ്? ഹൈ വിസ്കോസിറ്റി ഉള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ലിക്വിഡ്സ് ഉണ്ട്. എന്താണ്? അവയ്ക്ക് ഒഴുകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ. വിസ്കോസിറ്റിയിൽ എന്താണ് ടെമ്പറേച്ചറിന്റെ എഫക്റ്റ് വരുന്നതെന്ന് നമ്മൾ ഓൾറെഡി എന്ത് കണ്ടു? സർഫസ് ടെൻഷനിൽ അതിന്റെ ടെമ്പറേച്ചറിന്റെ റോള് കണ്ടു അല്ലേ? ഇനി നമുക്ക് എന്താണ് വിസ്കോസിറ്റിയിൽ ടെമ്പറേച്ചറിന്റെ റോൾ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? വിസ്കോസിറ്റി റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്? അത് കുറയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കോസിറ്റി റെഡ്യൂസസ് ആസ് ടെമ്പറേച്ചർ റൈസസ്. സർഫസ് ടെൻഷൻ അതേപോലെ തന്നെ എന്തായാലും നമുക്ക് സർഫസ് ടെൻഷനുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സർഫസ് ടെൻഷനും എന്താണ് ചെയ്യുന്നത്? കുറയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ അല്ലാതെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ഇതിനെ ചോദിക്കാം. സർഫസ് ടെൻഷന്റെ എഫക്റ്റും ചോദിക്കാം, വിസ്കോസിറ്റിന്റെ എഫക്റ്റും ചോദിക്കാം. അത് രണ്ടും കമ്പയർ ചെയ്തിട്ടും നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് കമ്പയർ. ഓൾറെഡി നിങ്ങൾക്ക് സർഫസ് ടെൻഷൻ ഞാൻ തന്നു, നമുക്ക് അതൊന്ന് കണക്ട് ചെയ്തിട്ടും കൂടെ പഠിക്കാം. ഓക്കെ, tension reduces as temperature, surface tension also reduces as temperature rises. Okay, this would be the temperature's impacts on viscosity as well as surface tension. അപ്പോൾ രണ്ടുപേരും എന്താണ് ചെയ്യുന്നത്? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ,
Increased temperature causes a reduction throughout viscosity even though particles have so much more thermal energy as well as can more easily accomplish the attraction forces that hold them collectively. അപ്പോൾ എന്താണ് ഈ ഒരു രണ്ട് കേസിലും എന്താ ചെയ്യുന്നത്, ലിക്വിഡ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തെർമൽ എനർജി അങ്ങ് കൂടും അല്ലേ. പക്ഷെ തെർമൽ എനർജി കൂടുന്ന സമയത്തും എന്താണ് ചെയ്യുന്നത്, ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്, അവരെ പിടിച്ചു വെക്കുന്ന ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുന്നത് കാരണമാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, വിസ്കോസിറ്റി ആണെങ്കിലും എന്ത് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടി നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. സർഫസ് ടെൻഷൻ ആണെങ്കിലും വിസ്കോസിറ്റി ആണെങ്കിലും അത് കണക്ട് ചെയ്ത് പഠിക്കുക. കാരണം അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം. ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ക്വസ്റ്റ്യൻ എന്താണ്, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അത് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. നമുക്ക് നോക്കാം. അപ്പോൾ സം അൺയൂഷ്വൽ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ സച്ച് ആസ് ഇറ്റ്സ് സോളിഡ് ഫോം ഐസ് ബീങ് ലൈറ്റർ ദാൻ ലിക്വിഡ് ഫോം ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ചോദിക്കുന്നത് വാട്ടറിൻ്റെ ഐസ് ഫോമിന്, സോളിഡ് ഐസ് ഫോമിന്, അതായത് സോളിഡ് ഫോമിന് ലിക്വിഡ് ഫോമിനേക്കാളും ലൈറ്റർ ആവാൻ കാരണം ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് അതിലുള്ളത് കൊണ്ടാണ്, അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഐസ് വാട്ടറിനേക്കാളും ലൈറ്റർ ആവാൻ കാരണം ഏത് ബോണ്ടാണ്, അതിലുള്ള ഏത് ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ആണ്, ഏത് ഫോഴ്സ് ആണ്. ഓപ്ഷൻ എ ലണ്ടൻ ഫോഴ്സ് ഉണ്ട്, ഓപ്ഷൻ ബി ഡൈപോൾ ഫോഴ്സ് ഉണ്ട്, ഓപ്ഷൻ സി ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ ഫോഴ്സസ് ഉണ്ട്, ഡി ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഏതാണ്? ഒന്ന് പറഞ്ഞേ ആൻസർ. ആർക്കൊക്കെ അറിയാൻ നോക്കട്ടെ ആൻസർ പറയൂ. ഐസ് വാട്ടറിനേക്കാളും ലിക്വിഡ്, ബി ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, പറയൂ. എല്ലാരും ആൻസർ ചെയ്യും, ഇന്ററാക്റ്റീവ് ആവും. ഒരു ആൻസർ എനിക്ക് കിട്ടിയുള്ളൂ, നിങ്ങൾ ആൻസർ പറയേണ്ടതാണ്. ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എന്താ ഹൈഡ്രജൻ ബോണ്ടിങ്? ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a special type of attraction between a hydrogen atom bonded to a strongly electronegative atom and the unshared pair of electrons on another electronegative atom. ഡെഫിനേഷൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവുണ്ടാവില്ല അല്ലേ? ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ഫിഗർ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇതിൽ നോക്കിക്കേ, ഞാൻ H2O കൊടുത്തിട്ടുണ്ട്, HF കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, H2O മോളിക്യൂളിൽ എന്തുണ്ട്, H2O മോളിക്യൂളിൽ ആ ഒരു ഓക്സിജന്റെ അടുത്ത് എന്തുണ്ട്, ബോണ്ടിങ്ങിൽ ഏർപ്പെടാത്ത, അതായത് ഹൈഡ്രജനുമായിട്ട് കോവാലന്റ് ബോണ്ടിൽ അല്ലെങ്കിൽ ബോണ്ടിൽ ഏർപ്പെടാത്ത എന്തുണ്ട്, കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ ബോണ്ട് ഫോർമേഷന് ഇല്ലാത്ത ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റംസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അപ്പുറത്തുള്ള ഒരു ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് H2O മോളിക്യൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഈ ഹൈഡ്രജന്റെ കേസ്, ഈ ഒരു H2O നിങ്ങൾ കണ്ടില്ലേ, ഒരു H2O മോളിക്യൂള്, ഇവിടെയുള്ള H2O മോളിക്യൂൾ എന്ത് ചെയ്യാണ്, അപ്പുറത്തുള്ള അയൽപ്പക്കത്തുള്ള ഒരു H2O ആയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ബോണ്ട് ഉണ്ടാക്കുകയാണ്, അത് OH. ഇനിയിപ്പോ എന്ത് ചെയ്യാം, ഇതിലെ മോളിക്യൂൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഹൈഡ്രജനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. ഈ ഒരു H എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓക്സിജനും തമ്മിൽ എന്തുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. ഇങ്ങനെ മോളിക്യൂൾസിൽ എന്ത് ചെയ്യും, ഒരു ബോണ്ട് ഫോം ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും, നിൽക്കും. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹൈഡ്രജൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിന് എന്ത് ചെയ്യും, ആ ആറ്റങ്ങളുമായിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ H2O കേസ് പോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് എന്ത്, HF. HF എന്താണ്, ഫ്ലൂറിൻ എന്താണ്, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റാണ് അല്ലേ. ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവ് ആണെങ്കിൽ ഫ്ലൂറിൻ എന്താണ്, ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റാണ്. അപ്പൊ ഇങ്ങനെ HF-ലും എന്ത് ചെയ്യും, ഈ ഒരു പ്രോസസ്സ് നടക്കും. എങ്ങനെയാ നടക്കുന്നത്, HF-ലെ ഫ്ലൂറിൻ, ഒരു HF മോളിക്യൂളിലെ ഫ്ലൂറിനും അപ്പുറത്തുള്ള ഹൈഡ്രജനും തമ്മിൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ബോണ്ട് ഫോം ചെയ്യും. അതേപോലെ തന്നെ എന്താണ്,
ആ നെക്സ്റ്റ് HF എന്ത് ചെയ്യും, അപ്പുറത്തുള്ളതുമായിട്ട് ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ബോണ്ട് കാരണമാണ് എന്തുള്ളത്, ഐസ് ലൈറ്റർ ആവുന്നത് വാട്ടറിനേക്കാൾ. ഓക്കെ, അപ്പൊ ഈ ഒരു ബോണ്ടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ട് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ബോണ്ടാണ്. നമുക്കറിയാം കോവാലന്റ് ബോണ്ടും അയോണിക് ബോണ്ടും ഒക്കെ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട്സ് ആണ് അല്ലെ. അതുകൊണ്ടാണല്ലോ ആറ്റംസ് കോവാലന്റ് ബോണ്ട് ആണെങ്കിലും അയോണിക് ബോണ്ട് ആണെങ്കിലും ഒക്കെ ഫോം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റേബിൾ ആവാൻ നോക്കുന്നത്. പക്ഷെ ഇതെന്താണ്, ഇതങ്ങനെ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ടൊന്നല്ല, അല്ലെങ്കിൽ അത്ര സ്റ്റെബിലിറ്റി ഉള്ള ബോണ്ടൊന്നും അല്ല, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടൊന്നും അല്ല ഇത് കേട്ടോ. ഇതെന്താണ്, വളരെ 4 to 25 kJ/mol റേഞ്ചിലുള്ള ഒരു ബോണ്ടാണ്. അത്രയും എനർജി കുറഞ്ഞ ഒരു ബോണ്ടാണ് ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. അത്ര സ്ട്രോങ് അല്ല. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് അയോണിക് ബോണ്ട് ഒക്കെ എന്താണ്, NaCl ബോണ്ട് ഒക്കെ എന്താണ്, Na+Cl- എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ബോണ്ടാണ് ഉള്ളത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് അല്ലേ. പക്ഷെ അത്രയൊന്നും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് അല്ല എന്ത്, ഹൈഡ്രജൻ ബോണ്ട്. നിങ്ങൾ ഹൈഡ്രജൻ ബോണ്ടിങ് പഠിച്ചല്ലോ. അപ്പൊ വേറെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ വരുന്നത് എന്തായിരിക്കും, ഹൈഡ്രജൻ ബോണ്ടിങ് എക്സ്പ്ലെയിൻ അതിന്റെ എക്സാമ്പിൾസ്. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റണം, ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണ്. അപ്പൊ അതിന് എക്സാമ്പിൾസ് 2 എക്സാമ്പിളും നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ അതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. പോട്ടെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അതോ പോണ്ടേ? എവിടെ, എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലാരും ഒന്ന് എനർജറ്റിക് ആയിട്ട് ആൻസർ ചെയ്യൂ. ഓക്കെ, വാട്ട് ഈസ് സർഫക്റ്റന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗിവ് എക്സാമ്പിൾസ്. അപ്പം സർഫക്റ്റൻസ് എന്താണ്, അതിന് എക്സാമ്പിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് ഇതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ സർഫക്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ സർഫസ് ടെൻഷൻ പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നതാണ് എന്ത്, സർഫക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യണം, ഇനി മുതൽ കുറയ്ക്കാനുള്ളത് കാരണം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചില സമയത്ത് ഫ്രിക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യും അല്ലേ. അതേപോലെ സർഫസ് ടെൻഷനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സർഫക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, surfactants are class of chemical substances that are used to reduce the surface tension, also known as interfacial tension. Okay, fine. Between various substances such as two liquids, a gas and a liquid, or a liquid and a solid. Okay, അപ്പോൾ രണ്ട് ലിക്വിഡുകൾ തമ്മിലുള്ളതോ അല്ലെങ്കിൽ ഒരു ഗ്യാസും ഒരു ലിക്വിഡും തമ്മിലുള്ളതോ അല്ലെങ്കിൽ ലിക്വിഡും സോളിഡും തമ്മിലുള്ളതോ ഏതൊരു ഇന്റർഫേഷ്യൽ ആയിട്ടുള്ള സർഫസ് ടെൻഷൻ ആയിക്കോട്ടെ, അതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഒരു കെമിക്കൽ മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സർഫക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സർഫക്റ്റൻസ് ആർ ആംഫിലിക് സബ്സ്റ്റൻസസ് ദാറ്റ് fall within the category of organic compounds. ഇവരെന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഇതിൽ വരുന്നവരാണ് കേട്ടോ. It is basically means that both hydrophobic and hydrophilic groups are present. അപ്പോൾ ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രോഫിലിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അവർക്ക് വാട്ടറിനോടുള്ള ഒരു അഫിനിറ്റി കൂടുതലായിരിക്കും. ഹൈഡ്രോഫോബിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഫോബിയ എന്ന് പറയില്ലേ, അതെന്തായിരിക്കും, അത് കുറച്ച് ബേസിക്കലി മീൻസ് ബോത്ത് ഹൈഡ്രോഫോബിക് ആൻഡ് ഹൈഡ്രോഫിലിക് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആയിട്ട് നമ്മൾ അറിയുന്ന കാര്യമാണ്. ഫോബിയ എന്ന് പറയുന്നത് എന്താ, പേടിയാണ്. അതായത് വാട്ടറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യില്ല, വാട്ടറിന്റെ അടുത്തേക്ക് അങ്ങോട്ട് അധികം ചെല്ലില്ല, അത് കുറച്ച് ഫോബിയ കാണിച്ചിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ, പക്ഷെ ഫിലിക് എന്ന് പറയുമ്പോൾ വാട്ടറിനോടുള്ള ഒരു എന്ത് ചെയ്യും, അതിനോടുള്ള ഒരു അഫിനിറ്റി കൂടും. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് സർഫക്റ്റൻസ്. നമ്മൾ നേരത്തെ പഠിച്ച നമ്മുടെ വില്ലനാണല്ലേ സർഫസ് ടെൻഷൻ. നേരത്തെ തൊട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് വരികയായിരുന്നു സർഫസ് ടെൻഷൻ. അപ്പൊ അതിന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഒരു പോയിന്റും കൂടെ കിട്ടി. സർഫക്റ്റൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് കിട്ടി ഇല്ലേ. ഇനി അതിന് എക്സാമ്പിൾ വേണം. എക്സാമ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കൈൽ ഈതർ ഫോസ്ഫേറ്റ്സ്, പിന്നെ സോഡിയം സ്റ്റെറേറ്റ്, പിന്നെ ഏതാണ് ബെൻസാൽക്കോണിയം ക്ലോറൈഡ്, സോഡിയം സ്റ്റെറേറ്റ്, ആൽക്കൈൽ ഈഥൈൽ ഫോസ്ഫേറ്റ്. ഓക്കെ, അപ്പൊ ഈ മൂന്നും എന്ത് ചെയ്യുക, എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക. ഇനിയിപ്പോ നിങ്ങൾക്ക് സർഫസ് ടെൻഷനെ കുറിച്ച് എഴുതാൻ എന്തൊക്കെയുണ്ട്, എന്താണ് സർഫസ് ടെൻഷൻ എന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. സർഫസ് ടെൻഷന്റെ ടെമ്പറേച്ചർ അതിനെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. പിന്നെ എന്താണ്, അതിന്റെ കൂടെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു വേയും കിട്ടി. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓരോ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു
ടോപ്പിക്കിനെ കുറിച്ച് തന്നെ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം അല്ലേ? പോവല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്? ഇന്ററാക്റ്റീവ് ആയിക്കേ. നമ്മുടെ എജു താലിമിന്റെ പവർ ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോയണ്ടേ? നോക്കല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? Okay. A liquid will be non-wetting in nature if adhesive forces are stronger than coercive forces. Coercive forces are stronger than adhesive forces. Both adhesive and coercive forces are of equal magnitude. It forms a concave meniscus in capillary tube. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ്സിനൊക്കെ എന്താണ് വെറ്റിംഗ് നേച്ചർ ഉണ്ടല്ലേ. അപ്പൊ എന്താണ് നമ്മൾ വെള്ളം എന്തെങ്കിലും ഒരു ഇപ്പൊ ഡ്രസ്സിൽ ആക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പേപ്പറിലാക്കുകയാണ്, അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വെറ്റ് ചെയ്യൂലേ ലിക്വിഡ്. അപ്പോൾ വാട്ടർ മാത്രമല്ല, എന്താണ് എണ്ണയാണെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏത് ലിക്വിഡ് ആണെങ്കിലോ അതിനെ എന്തുണ്ടാവും, വെറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് അതെന്താണ്, അത് കുറയുക, നോൺ വെറ്റിംഗ് ആവുക എന്നുള്ളതിന് റീസൺ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം പറഞ്ഞിട്ട് എന്താണ്, അഡ്ഹസീവ് ഫോഴ്സ്. അതിന്റെ ഒരു അഡ്ഹസീവ് ഫോഴ്സ് എന്താണ്, സ്ട്രോങ്ങർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, കോഴ്സീവ് ഫോഴ്സ് സ്ട്രോങ്ങർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ടാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ തന്നിട്ടുള്ളത് കോൺകേവ് മിനിസ്കസ് ഇൻ കാപ്പിലാരി ട്യൂബ്. അതെന്താണ്, കാപ്പിലാരി ട്യൂബിൽ ഉണ്ടാവുന്ന കോൺകേവ് മിനിസ്കസ് കാരണമാണെന്നും പറയണം. എന്താണ്, ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? ആരെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും എന്തായാലും. എന്നാലും ആൻസർ എ ആണെന്നോ ബി ആണെന്നോ സി ആണെന്നോ ഡി ആണെന്നോ എന്തെങ്കിലും ഒരു ഐഡിയ? എവിടെ, ഏതായിരിക്കും ആൻസർ? അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഈ ഒരു ആൻസർ ഏതാണെന്ന് ഡയറക്റ്റ് പറയുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഡ്ഹസീവ് എന്താണ് കോഹസീവ് എന്താണ് നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കെമിസ്ട്രിയുടെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമുക്ക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം അല്ലെ. ഇനി ആരെങ്കിലും ആ ഒരു ടോപ്പിക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പഠിക്കട്ടെ. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അഡിഷനും കൊഹിഷനും എന്താണ് എന്ന്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് നോക്കുക. ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് 2 വാട്ടർ മോളിക്യൂൾ ആണ്. ഇങ്ങനെ ഈ 2 വാട്ടർ മോളിക്യൂൾ വന്നിട്ട് അവർ തമ്മിൽ കൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ തമ്മിൽ അട്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, കൊഹിഷൻ എന്ന് പറയാം. ഓക്കെ, കൊഹിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ വാട്ടർ വെച്ചിട്ടാണ് ഞാൻ അവിടെ എക്സാമ്പിൾ പറഞ്ഞത്. വാട്ടർ മാത്രമല്ല, ഏതൊരു സബ്സ്റ്റൻസ്, ഏതൊരു ലിക്വിഡിന്റെ സെയിം ലിക്വിഡിൻ്റെതാണ് ഇത് വരിക, എന്ത് വരിക, കൊഹിഷൻ വരിക. അതായത് വാട്ടർ മോളിക്യൂൾ. ഇനിയിപ്പോൾ അതല്ല ഓയിലുള്ളതാണെന്നെങ്കിൽ ഓയിലിന്റെ ഒരു മോളിക്യൂൾ, ഓയിലിന്റെ വേറൊരു മോളിക്യൂൾ, അതായത് സെയിം സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു അട്രാക്ഷനെ നമ്മൾ എന്ത് പറയും, കൊഹിഷൻ എന്ന് പറയും. അപ്പൊ അവ തമ്മിലുള്ള ഫോഴ്സിനെ നമ്മൾ എന്ത് പറയും, കോഹസീവ് ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, ഇനി the water drop is composed of water molecules that like to stick together. അതായത് വാട്ടർ മോളിക്യൂൾ എങ്ങനെയാണ്, ഒരു വാട്ടർ ഡ്രോപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവും, അതിൽ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതെന്താണ്, അതിങ്ങനെ സ്റ്റിക്ക് ടുഗദർ ആയിരിക്കും, ഒന്നിച്ചിരിക്കാൻ താല്പര്യമുള്ള കുറെ വാട്ടർ മോളിക്യൂൾസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അതിലുണ്ടാവുക. നമുക്കറിയാലോ, അങ്ങനെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് അവർക്ക് തമ്മിലുണ്ടാവും. ഇനി അങ്ങനെയല്ല, ഈ വാട്ടർ എന്ത് ചെയ്യാണ്, വാട്ടർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിനാണ് കൈ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, അഡിഷൻ എന്ന് വിളിക്കാം. അതായത് വാട്ടർ പോയിട്ട് ഓയിലിനെയോ, വാട്ടർ പോയിട്ട് ഒരു പേപ്പറിനെയോ, വാട്ടർ പോയിട്ട് ഇപ്പോൾ ഒരു ഡ്രസ്സിനെയോ, അങ്ങനെ എന്തെങ്കിലും വേറൊരു സബ്സ്റ്റൻസിനെ പോയിട്ട് അട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ നമുക്ക് എന്ത് വിളിക്കാം, അഡിഷൻ എന്ന് വിളിക്കാം. അഡിഷൻ എന്ന് പറഞ്ഞാൽ അഡ്ഹസീവ് ഫോഴ്സ് എന്താണ്, അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡിഫറെന്റ് മോളിക്യൂൾ തമ്മിലുള്ള അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എന്താണ് അഡ്ഹസീവ് ഫോഴ്സ് കോഹസീവ് ഫോഴ്സ് എന്ന് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, ഏത് കൂടുതലായതുകൊണ്ടായിരിക്കും ഇങ്ങനെ നോൺ വെറ്റ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നോൺ വെറ്റിംഗ് ആവുന്നത്, എന്തുകൊണ്ടായിരിക്കും നോൺ വെറ്റിംഗ് ആവുന്നത്?
ഇനി പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ഈ നമ്മളൊരു വെറ്റിംഗ് ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സബ്സ്റ്റൻസിന് വേറൊരു സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യാൻ പറ്റണം, അട്രാക്ട് ചെയ്യാൻ പറ്റണം അല്ലേ? അപ്പൊ എൻ്റെ ഡ്രസ്സ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഡ്രസ്സ് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എൻ്റെ ഡ്രസ്സ് നനയണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കണം, എൻ്റെ ഡ്രസ്സിലുള്ള ഈ ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്യൂൾസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റണം, വാട്ടറിന് കോണ്ടാക്റ്റിൽ വരണം അല്ലെങ്കിൽ അട്രാക്ഷനിൽ വരാൻ പറ്റണം അല്ലേ? അങ്ങനെ പറ്റാതിരിക്കുമ്പോൾ എന്താ ചെയ്യുക, വാട്ടർ എന്താ ചെയ്യുക, വാട്ടർ ഒറ്റയ്ക്ക് അങ്ങ് പോയിട്ട് ഒരു ഡ്രോപ്പ് ആയിട്ട് ഇരിക്കും. അങ്ങനെയല്ലേ ചെയ്യുന്നത്? സിമ്പിൾ ആയിട്ട് നമ്മൾ എക്സാമ്പിൾ എടുക്കാറുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുട്ടികാലത്തൊക്കെ നമ്മൾ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ചേമ്പിന്റെ ഇലയിൽ എന്ത് എടുക്കും, വെള്ളം എടുക്കുമല്ലേ? അങ്ങനെ വെള്ളം എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്ത് ചെയ്യും, അതൊരിക്കലും വെറ്റ് ചെയ്യില്ല. അതൊരിക്കലും എന്ത് ചെയ്യണില്ല, ആ ഒരു വെറ്റ്നെസ് അവിടെ വരുന്നില്ല. അതിങ്ങനെ വാട്ടർ ഡ്രോപ്ലെറ്റ് എന്തായിട്ടാ നിൽക്കുക, അതിങ്ങനെ ഡ്രോപ്പ് ആയിട്ട് തന്നെയല്ലേ നിൽക്കുക. അപ്പൊ അതെന്താണ്, അത് വെറ്റ് ചെയ്യാൻ പറ്റണില്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് പറയാം, അവിടെ എന്താണ്, അഡ്ഹസീവ് ഫോഴ്സ് കുറവാണ്, കോസീവ് ഫോഴ്സ് എന്താണ്, സ്ട്രോങ്ങർ ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അവരിങ്ങനെ ഒറ്റയ്ക്ക് പോയി നിൽക്കുന്നത് അല്ലെ? വാട്ടറിന് എന്താണ്, ആ ഒരു ഇപ്പൊ നമ്മുടെ ഇലയിലാണെങ്കിലോ ഡ്രസ്സിലാണെങ്കിലോ അങ്ങനെയുള്ളതുമായിട്ട് അട്രാക്റ്റഡ് ആവാൻ പറ്റാത്തതുകൊണ്ടാണ്, ഡിഫറെന്റ് മോളിക്യൂളുമായിട്ട് ഒരു അട്രാക്ഷൻ പറ്റാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ ദ ഫോളോവിങ് ടേംസ്: മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് ആൻഡ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്. അപ്പോൾ എന്താണ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്, എന്താണ് അസോസിയേറ്റഡ് കൊളോയിഡ്സ്? നോക്കാം അല്ലേ? അപ്പൊ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൊളോയിഡ് ദ മാക്രോമോളിക്യൂൾസ് ഫോം എ സൊല്യൂഷൻ വിത്ത് എ സ്യൂട്ടബിൾ സോൾവെന്റ്. ഓക്കെ, അപ്പൊ മാക്രോമോളിക്യൂൾസ് എന്താണ് ചെയ്യുന്നത്, അതിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു സോൾവെന്റുമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു സൊല്യൂഷൻ ഫോം ചെയ്യാണ് ചെയ്യുന്നത്. ഈ കൊളോയിഡിൽ എന്താണ്, മാക്രോമോളിക്യൂൾസ് എന്ത് ചെയ്യും, അവയ്ക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സോൾവെന്റുമായിട്ട് ഒരു സൊല്യൂഷൻ ഫോം ചെയ്യും. The size of the particles of this macromolecular solution lies in the range of colloidal particle size. അതായത് കൊളോയിഡൽ പാർട്ടിക്കിൾ സൈസിന്റെ ആ ഒരു റേഞ്ചിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സൊല്യൂഷനിലെ ഈ മൈക്രോമോളിക്യൂൾസിന്റെ സൈസ് വരുന്നത് എന്ന് പറയുന്നത്. കൊളോയിഡൽ റേഞ്ചിലായിരിക്കും വരുന്നത്. ഓക്കെ, ദിസ് സൊല്യൂഷൻ ഈസ് ഓൾസോ നോൺ ആസ് ദ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു സൈസ് മാക്രോമോളിക്കുലാർ റേഞ്ചിൽ വരുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, the colloids formed here are similar to that of the actual solution in many respects and are very stable. ഇവരെന്താണ്, വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള കൊളോയിഡൽ സൊല്യൂഷൻ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ സ്റ്റാർച്ച്, പ്രോട്ടീൻസ്, എൻസൈംസ് ആൻഡ് സെല്ലുലോസ് ആർ ദ നാച്ചുറലി ഒക്കറിംഗ് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സ്. അപ്പൊ എന്താണ്, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് മാക്രോമോളിക്കുലാർ കൊളോയിഡ്സിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും, സ്റ്റാർച്ച് എഴുതാൻ പറ്റും, പ്രോട്ടീൻസ് എഴുതാൻ പറ്റും, എൻസൈംസ് എഴുതാൻ പറ്റും. ഇതൊക്കെ എന്താണ്, നാച്ചുറലി ഒക്കറിംഗ് ആണ് അല്ലെ? സ്റ്റാർച്ച് എന്താണ്, നമ്മുടെ ഫുഡിലൊക്കെ ഉണ്ടല്ലേ സ്റ്റാർച്ച്, ധാന്യങ്ങളിലൊക്കെ സ്റ്റാർച്ച് ഉണ്ടല്ലേ. പ്രോട്ടീൻസ് എന്തുണ്ട്, ഫുഡിലുണ്ട്, നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട് അല്ലേ. എൻസൈംസ് എന്താ, എൻസൈംസ് ആണെങ്കിലും നമ്മുടെ ബോഡിയിലൊക്കെ ഒരുപാട് എൻസൈംസ് ഇല്ലേ. നമ്മുടെ ബോഡിയിൽ മാത്രമല്ല, ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡിയിലൊക്കെ ഒരുപാട് എൻസൈംസ് ഉണ്ട് അല്ലേ. അതെന്താണ്, നാച്ചുറലി ഒക്കറിംഗ് ആയിട്ടുള്ള ഒരു മാക്രോമോളിക്കുലാർ കൊളോയിഡ് ആണ്. പിന്നെ എന്താണ്, സെല്ലുലോസ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ സെല്ലുലോസ്. അപ്പൊ പറഞ്ഞ സെല്ലുലോസ് എവിടെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്, ഞാൻ നിങ്ങളോട് മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെല്ലുലോസ് നമ്മൾ എവിടെയാ കാണുന്നതെന്നാ ഞാൻ പറഞ്ഞത്. എവിടെയായിരുന്നു സെല്ലുലോസ് കാണുന്നുണ്ടായിരുന്നത്? സെല്ലുലോസ് നമ്മൾ കാണുന്നത് പ്ലാന്റ് വാൾസിലായിരുന്നു അല്ലെ. പ്ലാന്റ്സിന്റെ സെൽ വാൾസിലായിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്, കാണുന്നുണ്ടായിരുന്നത് അല്ലെ. അതെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ട് ഇങ്ങനെ ആൻസർ പറയണം കേട്ടോ. ഇനി പഠിക്കാൻ വിട്ടുപോയിട്ടുള്ളവരെല്ലാവരും എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് സിന്തറ്റിക് ആയിട്ടുള്ള കുറച്ച് മൈക്രോമോളിക്യൂൾസും ഉണ്ട്. അത് ഏതൊക്കെയാണ്, പോളിത്തീൻ, സിന്തറ്റിക് റബ്ബർ, ഇതൊക്കെ എന്താണ്, സിന്തറ്റിക് ആയിട്ട്, അതായത് സിന്തറ്റിക് ആയിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള മൈക്രോമോളിക്യൂൾസ് ആണ്. ഇനി നമുക്ക് എന്താ നോക്കേണ്ടത്, അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്താണെന്ന് നോക്കണം അല്ലെ. അപ്പോൾ some substances act as strong electrolyte when they are in low concentration
ബട്ട് ദേ റിയാക്ട് as colloidal salt സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ആയിരിക്കും. ഇനി അതിന്റെ ഹയറിൽ വരുമ്പോൾ ലോവറിൽ വരുമ്പോൾ ഇലക്ട്രോലൈറ്റും ഹയറിൽ വരുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അത് കൊളോയിഡൽ സോൾവ് ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം അങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അസോസിയേറ്റഡ് കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ കൂടുതൽ ഫീച്ചേഴ്സ് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. In higher concentration, particles aggregate showing colloidal behavior. Thus, aggregates particles are known as the micelles. They are also known as the associated colloids. Okay, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഹയർ കോൺസെൻട്രേഷനിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു കൊളോയിഡൽ സോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അതെന്താണ്, അവിടെ ആ ഒരു പാർട്ടിക്കിൾ അഗ്രഗേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും, ഒരു കൊളോയിഡൽ സോൾ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അഗ്രഗേഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the formation of the micelles occurs above a particular temperature called the Kraft temperature. അപ്പോൾ അതായത് നമ്മൾ ഒരു ക്രാഫ്റ്റ് ടെമ്പറേച്ചർ, ഒരു ത്രെഷോൾഡ് നമ്മൾ വെക്കുന്നുണ്ട്, അതിന് മുകളിലാണ് എന്ത് ചെയ്യുന്നത്, ഇതെന്ത് ചെയ്യുന്നത്, ഇങ്ങനെ മിസൈൽ കോൺസെൻട്രേഷൻ ആയിട്ട്, മിസൈലിലെ കോൺസെൻട്രേഷൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. Thus, colloids can be reverted by diluting it. Examples of some associated colloids are soaps and synthetic detergent. അപ്പോൾ അതായത് ഇതിനൊരു എക്സാമ്പിൾ നമ്മളോട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, സോപ്പ് എഴുതാം, നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പ് എഴുതാം, പിന്നെ സിന്തറ്റിക് ഡിറ്റർജൻസും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു രണ്ട് കൊളോയിഡ്സ്, അസോസിയേറ്റഡ് കൊളോയിഡ്സും മൈക്രോ മോളിക്കുലർ കൊളോയിഡ്സും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായോ? മനസ്സിലായോ ഇല്ലേന്ന് പെട്ടെന്ന് പറയൂ. ആയിട്ടില്ല, ആർക്കും മനസ്സിലായില്ല? എന്നാ ഞാൻ ഒന്നും കൂടെ എടുത്താലോ, ക്ലാസ് മൊത്തം എടുക്കണോ? ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ എല്ലാം പറയാം, വേണോ? നിങ്ങളെല്ലാരും ഷെയർ ചെയ്തോ, ലൈക്ക് ചെയ്തോ? ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഓടിപ്പോയിട്ടൊന്ന് ലൈക്ക് ചെയ്തേ. ഓടിപ്പോയിട്ട് ലൈക്ക് ചെയ്ത് വരൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പറ്റാവുന്ന അത്രയും ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ട് ലൈവിലായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സ് എന്ത് ചെയ്യുക, എന്തായാലും പഠിച്ചു വെക്കുക. ഇത് മാത്രമല്ല, ഇനിയും ടോപ്പിക്സുകൾ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതും എന്ത് ചെയ്യണം, അതും നിങ്ങൾ പഠിക്കാൻ നോക്കണം. നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. നമുക്ക് ആ ക്ലാസ്സസ് എന്ത് ചെയ്യണം, നിങ്ങൾ എല്ലാം ഒരു ക്ലാസ് പോലും വിട്ടുപോവാതെ നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ്, ഏതെങ്കിലും ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക. നമ്മൾ അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കേൾക്കുക. പിന്നെ ഈ ഒരു ലൈവ് നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് കേൾക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനൊക്കെ ആണെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുക. അതിന് മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അതിനു മുമ്പ് ഇന്നെടുത്ത ടോപ്പിക്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു 5 മിനിറ്റ് കൂടെ സമയം തരാം, നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ടോപ്പിക് ക്ലിയർ ആണ്? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് വേറെ ആർക്കെങ്കിലും ഉണ്ടോ, എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഏതെങ്കിലും ടോപ്പിക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ക്ലിയർ ആണല്ലേ? സോ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്യുക. താങ്ക് യു എവ്രി വൺ. ബൈ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് പാതി വഴി മുടങ്ങിയവർക്ക് പ്രായമെന്നേ 6 മാസം കൊണ്ട് തന്നെ SSLC +2 പൂർത്തീകരിക്കാനുള്ള അവസരം എജു താലിമിൽ നൽകുന്നു. UGC അംഗീകൃത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് തന്നെ ഡിഗ്രി PG നിങ്ങൾക്ക് സ്വന്തമാക്കാം.
മോണ്ടിസോറി TTC, PP TTC, ഫാഷൻ ഡിസൈനിങ് കോഴ്സ്, അക്കൗണ്ടിംഗ് കോഴ്സ് ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളും ഓൺലൈനായി തന്നെ ചെയ്യാനുള്ള അവസരം എജുതാലിം ഇന്റർനാഷണൽ ഒരുക്കുന്നു. ഇന്ന് തന്നെ എജുതാലിമിൽ ജോയിൻ ചെയ്യൂ. For more information, you can visit us at Meke Mandil Tower near New Bus Stand, Pandikad Road, Manjeri. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ 9946 907624.